പാർട്ടി നടപടിക്കെതിരെ ആഞ്ഞടിച്ച് കെ.ഇ. ഇസ്മായിൽ. ചില നേതൃത്വങ്ങൾ വരുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. തന്റെ നിലപാട് അഴിമതിക്കെതിരാണ്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അഴിമതിക്കെതിരാണ് തന്റെ നിലപാടെന്നും ഇസ്മായിൽ പറഞ്ഞു. CPI നേതാവ് പി. രാജു അന്തരിച്ച സമയത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ പ്രതികരണം നടത്തിയതിന് 6 മാസത്തേക്ക് ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്യാൻ CPI എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരുന്നു. ഞാൻ 10-70 കൊല്ലമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ പാർട്ടിയിലായിരിക്കും. ഈ പാർട്ടിയെ സംരക്ഷിക്കാനും ഈ പാർട്ടി ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൽ തന്നെയായിരിക്കും ഞാൻ. അതിൻ്റെ ഇടയിൽ ഇടക്കാലത്ത് വരുന്ന പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ എന്തെങ്കിലും ചില നിലപാടുണ്ടാകുമ്പോൾ അതൊരു പാർട്ടി തീരുമാനമാണ്. ആ തീരുമാനം എന്നുള്ള നിലയിൽ അതിന് ആ നിലയിലില്ലാതെ കാണാൻ കഴിയില്ല. പിന്നെ എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കട്ടെ. അതിനുശേഷം എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ അപ്പോൾ പിന്നീട് ഞാൻ പറയും. അത് ഞാൻ ഒരു നിലപാട് പണ്ട് മുതലേ ഒരു നിലപാടുള്ള ആളാണ്. അവസരവാദിയൊന്നുമല്ല, ഞാനൊരു നിലപാടുള്ള ആളാണ്. അഴിമതിക്കെതിരാണ് ഞാൻ. സ്വജനപക്ഷപാതത്തിനെതിരാണ്. സ്ഥാപിത താല്പര്യങ്ങൾക്കെതിരാണ്. ആശ്രിതന്മാരെ സഹായിക്കുന്ന നിലപാടുകൾക്കെതിരാണ്. അധികാരം ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുക എന്നുള്ളത് അതിനെതിരാണ്. അങ്ങനെ എനിക്ക് ചില നിലപാടുണ്ട് പണ്ട് മുതലേ. ആ നിലപാടിൽ തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ അറക്കൽ, ഇസ്മായിലിന്റെ നിലപാടിൽ മാറ്റമില്ല, പറഞ്ഞതൊന്നും മാറ്റാനും പോകുന്നില്ല, നേതൃത്വമാണ് തെറ്റ് എന്നല്ലേ അദ്ദേഹം പറയുന്നതിന്റെ ചുരുക്കം? അതായത് ഈ CPIയുടെ മുതിർന്ന നേതാവായിട്ടുള്ള പി. രാജുവിൻ്റെ നിര്യാണത്തെ തുടർന്ന് CPM നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കെ. ഇസ്മായിൽ ദിവസങ്ങൾക്ക് മുമ്പ് പ്രതികരണം നടത്തിയത്. ഇതിനുശേഷം കെ. ഇസ്മായിലിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് CPIയുടെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തേക്ക് എത്തുകയായിരുന്നു. ഇന്നലെയാണ് കെ. ഇസ്മായിലിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനവും വന്നത്. ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഏതായാലും ഈ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ലഭിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നാണ്. പക്ഷേ തൻ്റെ നിലപാടുകളിൽ യാതൊരു രീതിയിലുള്ള മാറ്റവും തനിക്കില്ല. പുതിയ നേതൃത്വങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഇത് തനിക്ക് യാതൊരു വിധത്തിലും തന്നെ ബാധിക്കില്ല എന്നും താൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനായി നിൽക്കുകയാണ്. അത് മരണം വരെയും അത്തരത്തിൽ തന്നെ തുടരുകയും ചെയ്യും. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരാണ് തൻ്റെ നിലപാടുകൾ. ആ നിലപാട് ഉറക്കെ വിളിച്ചു പറയുക തന്നെ ചെയ്യും. അത് പാർട്ടിയിലാണെങ്കിലും താൻ ആ അത്തരത്തിലുള്ള നിലപാടുകൾ തന്നെ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ കെ. ഇസ്മായിൽ പറയുന്നത്. ചില നേതൃത്വങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്. മുതിർന്ന നേതാക്കൾക്കെതിരെയുള്ള ഈ നടപടികളെല്ലാം അത്തരത്തിലാണ് താൻ നോക്കിക്കാണുന്നത്. ഏതായാലും ഈ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും നോട്ടീസുകളും ലഭിച്ചതിന് ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ CPIയുടെ മുതിർന്ന നേതാവായിട്ടുള്ള കെ. ഇസ്മായിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. സുജയ.